ഫണ്ടിയുടെ മാത്സ് ലേണിംഗ് കിറ്റും അതിലുള്ള സപ്പോർട്ടും. നമ്മൾ ഫണ്ടിയോ എന്ന പ്രോഗ്രാം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കളികളിൽ കൂടെ എങ്ങനെ മാത്സ് പഠിക്കാം എന്ന് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. നമുക്കറിയാം, നമുക്കായാലും കുട്ടികൾക്കായാലും കളികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അതിലൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവും. അത് വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പഠിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല മെറ്റീരിയൽസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് മുഖേന ടീച്ചേഴ്സ് കുട്ടികൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ എനർജി, അവരുടെ വ്യത്യാസം നമുക്ക് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാരൻസിൻ്റെ ഭാഗത്തൊന്നും നല്ല സപ്പോർട്ട്, അല്ലെങ്കിൽ പാരൻസും പറയുന്നത് ഇത് വളരെ നന്നായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കളികളിൽ കൂടെ മാത്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഫണ്ടിയോ കാണിച്ചിരുന്നത്. ഇപ്പോൾ മാത്സിനെ പേടിയില്ല, മാത്സിനോട് വെറുപ്പില്ല. ഇപ്പോൾ എളുപ്പമായിട്ടാണ് മാത്സിനെ പറ്റി പറയുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പാരൻസും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കുട്ടികൾക്ക് മാത്സ് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കോൺസെപ്റ്റ് മാത്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്രയധികം വ്യത്യാസം മാത്സിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അതിൽ ഫണ്ടിലേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഫണ്ടിയോ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ മാത്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുതലാണ്. കുട്ടികൾക്ക് ഇതിനോട് താല്പര്യം കൂടുതലാണ്, പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കുറച്ചും കൂടി കുട്ടികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഫണ്ടിയോ ഹെൽപ്പ് ചെയ്യും.